ആ എടേ എന്തിനാണ് നിങ്ങൾ അറിഞ്ഞ? അണ്ണനൊരു വിചാരം ഉണ്ടായിരുന്നു, എനിക്ക് കുട്ടികളൊന്നും ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ അണ്ണൻ ഓടി നടന്ന് കണ്ടവന്റെ മക്കളെ തലക്കിട്ട് അങ്ങോട്ട് തട്ടാൻ തുടങ്ങി. ഉം വളരെ മൃഗീയമായിട്ടും പൈശാചികമായിട്ടും അണ്ണൻ ഇങ്ങനെ തലക്കിട്ട് തട്ടാൻ തുടങ്ങി, കുറ്റം പറയാൻ തുടങ്ങി. ഓന്റെ മക്കൾക്ക് കണ്ണില്ല, ഓന്റെ മക്കളുടെ കണ്ണെഴുതിയ ശരിയായില്ല, ഓന്റെ മക്കളുടെ മൂക്കൂത്തി ശരിയായില്ല, ഓന്റെ മക്കളുടെ കമ്മലിട്ട ശരിയായില്ല. എന്തിന് പറയണത്? സ്നഗ്ഗി ഇട്ടത് പോലും ശരിയായില്ല എന്ന് അണ്ണ ഓടി നടന്ന് പറഞ്ഞു. അവസാനം എന്തരായി? അണ്ണന് മക്കളുണ്ടായപ്പോഴോ നാട്ടുകാർ മൊത്തം തലക്കിട്ട് തട്ടാൻ തുടങ്ങി. ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തലക്കിട്ട് തട്ട് വാങ്ങിക്കേണ്ടിരിക്കുന്ന അണ്ണനാണ്. ഒന്ന് കണ്ടു നോക്ക്. ആരും ചിരിക്കരുതേ, അവസാനം വരെ വീഡിയോ കാണണേടേ. 1 കിലോ കോഴിക്ക് എന്താ വില നമുക്കറിയില്ലേ? അപ്പോൾ 1 കിലോ കോഴി ഇന്ന് 8 ഷവർമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 ഷവർമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം, അതിന് എത്ര രൂപയാവും? നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പോൾ 50 രൂപയ്ക്ക് ഷവർമ വെക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങാതിരിക്കാനുള്ള വകതിരിവ് നമ്മൾ കാണിക്കൂലേ? 50 രൂപയുടെ ഷവർമ കിട്ടില്ലോ, സൂപ്പർ. 100 രൂപ കൂടുതൽ കൊടുത്ത് 150 രൂപയ്ക്കും 180 രൂപയ്ക്ക് ഞാൻ ഷവർമ മേടിച്ചിട്ടുണ്ടായിരുന്നു ആളും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 50 രൂപയുടെ ഷവർമ സൂപ്പറാ. എങ്ങനെ ഇരിക്കുന്നു? അപ്പം 50 രൂപയ്ക്ക് ഷവർമ വെക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങാതിരിക്കാനുള്ള വക. എങ്ങനെയുണ്ട് നമ്മളെ മൃണാൾ അണ്ണനാ? ഇപ്പൊ അണ്ണനാണ് താരം. അണ്ണന് എറണാകുളത്ത് ഒരു ഹോട്ടലുണ്ട്. അവിടെ 160 രൂപ 170 രൂപ കൊടുത്തിട്ട് ബിരിയാണി അര പ്ലേറ്റ് ബിരിയാണി കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൊത്തത്തിൽ കംപ്ലൈന്റ് ആണ്, അടിയാണ്, ബഹളാണ്, കുത്താണ്. ഈ അണ്ണനുണ്ടല്ലേ, മോനെ പണ്ട് ഈ അണ്ണൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പണ്ടാരം ഈ അണ്ണന് കൊളസ്ട്രോൾ ഒന്നും വരൂലേ? അമ്മാതിരി തീറ്റയാ തിന്നണത്. കണ്ടില്ലേ? ഇതേപോലെയൊക്കെയാണ് തിന്നണത്. കണ്ടവന്റെ കടയിൽ കയറി തിന്നിട്ട് അവന്റെ നെയ്യപ്പം കൊള്ളൂല, ഉള്ളിവട കൊള്ളൂല, അവനെ ഉപയോഗിച്ച എണ്ണ കൊള്ളൂല, മുളക് പൊടി കൊള്ളൂല, മഞ്ഞപ്പൊടി കൊള്ളൂല. എന്തിനു പറയണത്? ഓൻ ഇട്ടിരിക്കണ നിക്കർ വരെ കൊള്ളൂല എന്ന് ഓടി നടന്ന് പറയണ അണ്ണനാണ്. അണ്ണന് വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞു. ഓടി നടന്ന് സകല ഹോട്ടലിൽ നിന്ന് തിന്നിട്ട് കുറ്റം പറയും. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഇപ്പൊ അണ്ണ ഹോട്ടലിൽ തുടങ്ങിയപ്പോ അണ്ണന്റെ ഹോട്ടലിൽ ആൾക്കാർ പോയി തിന്നിട്ട് കുറ്റം പറഞ്ഞപ്പോ അണ്ണന് പിടിക്കണില്ല. അണ്ണന് പിടിക്കില്ല. അണ്ണന്റെ ഹോട്ടലിൽ കുറ്റം പറയാൻ പാടില്ല എന്നാണ് അണ്ണൻ പറയണത്. കണ്ടില്ലേ 50 രൂപയുടെ ഷവർമ തിന്ന വീഡിയോ അണ്ണന്റെ? എന്റെ പൊന്നാര മക്കളെ, ചിരിച്ചു മരിക്കും. ഞാനിത് തപ്പാൻ വേണ്ടിയിട്ട് ഞാൻ എന്തരെന്നറിയാം അടിച്ച യൂട്യൂബിൽ മൃണാൾ കോമഡി എന്നങ്ങ് അടിച്ചു കൊടുത്തു. ദാ കിടക്കണ പുല്ല് ഫ്രണ്ടിൽ വന്ന് 50 രൂപയ്ക്ക് അണ്ണ ഷവർമയും കടിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങ് വലിച്ചെടുത്ത് അവിടെ കൊണ്ടിട്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് ഇട്ട്. കണ്ടില്ലേ നിങ്ങള്? ഇതാണ് അണ്ണൻ. അണ്ണ ഇപ്പൊ എയറിലാണ്, ശൂന്യാകാശത്ത്. 3 സെന്റ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് കിടക്കണം അണ്ണ. എന്തായാലും അണ്ണ കൊള്ളാം നിങ്ങള് കേട്ടാ. കണ്ടോന്റെ കൊച്ചിനെ ഇങ്ങനെ ഓടിച്ചിട്ട് തലക്കിട്ട് തട്ടിയപ്പോ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇപ്പൊ സ്വന്തം കൊച്ചിനെ നാട്ടുകാർ തട്ടിയപ്പോ അണ്ണന് സങ്കടം. കൊള്ളാം മൃണാളണ്ണ, കൊള്ളാം. എന്തൊരു പറയാനോ എന്തോ. എന്തായാലും അണ്ണാ, ഞാനൊക്കെയാണ് കാര്യങ്ങളല്ലേ. ഡേയ്, ഇനി ആരും അണ്ണനെ കളിയാക്കല്ലേടേ, പാവോടെ വിട്ടേക്ക് പോട്ട്. ഇനി ആരുടെയും കടയിൽ കയറി അണ്ണ ഇനി മുളക് പൊടി കൊള്ളൂല, മല്ലിപ്പൊടി കൊള്ളൂല എന്ന് പറയൂല കേട്ടാ. ശരി അണ്ണ, നിങ്ങൾ തെറ്റ് പറ്റിയാണ് മാപ്പെന്ന് പറയ്. ലാലു അല്ലു എന്നെ അഴിച്ചു വിടന്ന് 3 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ അണ്ണ. നിങ്ങൾ എന്തിനണ്ണ ഇങ്ങനെ കിടന്ന് കരയണം? ശരി അണ്ണ, നമ്മളിവിടെ തന്നെ ഉണ്ടാവും കേട്ടാ. സുഖല്ലേ നിങ്ങക്ക്?